ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചക്കക്കുരു വെച്ചിട്ട് ഒരു അടിപൊളി ലഡുവാണ് തയ്യാറാക്കിയെടുക്കുന്നത്. മിക്കവാറും എല്ലാവരും ചക്ക കഴിക്കും, പക്ഷേ ചക്കക്കുരു എല്ലാവർക്കും ഉണ്ടാക്കാൻ മടിയായിരിക്കും. അപ്പോൾ നമുക്കിന്ന് ചക്കക്കുരു വെച്ചിട്ടൊരു സൂപ്പർ ലഡു തയ്യാറാക്കിയാലോ? ഒരു വീഡിയോയിലേക്ക് പോകാം. ഇതിന് ചക്കക്കുരു ചക്കക്കുരു ലഡു എന്ത് വേണമെങ്കിലും പറയാം. ഇത് ഏകദേശം ഒരു 35ഓളം ചക്കക്കുരു ഉണ്ട്. നിങ്ങളുടെ അടുത്ത് എത്രയാണോ ഉള്ളത് അതെടുത്തിട്ട് ചെയ്യാം. ചക്കക്കുരു നന്നായി കഴുകി ഒന്ന് വെയിലിൽ വെച്ച് ഉണക്കിയതിന് ശേഷം ഞാനിതൊരു ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഞാനിപ്പോൾ ഇത് പുറമേയുള്ള തോലോട് കൂടിയാണ് വറുത്തെടുക്കുന്നത്. നിങ്ങൾക്കിതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ഒരു ഫ്രൈ പാനിൽ വെച്ചിട്ടും വറുത്തെടുക്കാവുന്നതാണ്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പുറമേ കരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളു വന്നിട്ടും ഉണ്ടാവില്ല. ഇതിപ്പോൾ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൈവച്ചിട്ട് തന്നെ ഇതിന് പുറമേയുള്ള ആ തൊലിയൊന്ന് കളഞ്ഞെടുക്കാം. ചക്കക്കുരുവിൻ്റെ പുറമേയുള്ള ബ്രൗൺ കളർ തൊലി ഒരിക്കലും കളയരുത്, കാരണം അതിലാണ് ഇതിൻ്റെ ഗുണങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നത്. ചക്കയിലുള്ളതിനേക്കാൾ കൂടുതൽ ചക്കക്കുരുവിലാണ് പോഷക ഗുണങ്ങളുള്ളതെന്നാണ് പറയുന്നത്. ഇനി ലഡു തയ്യാറാക്കാനായിട്ട് നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങയും വറുത്തെടുത്ത കുറച്ച് കടലയും 2 ഏലക്കായും ആവശ്യമായിട്ടുണ്ട്. ഏലക്കായുടെ തൊലി കളഞ്ഞ് അതിൻ്റെ ഉള്ളിലെ കുരു മാത്രമായിട്ടാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇനി നമുക്ക് ലഡു തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം ചക്കക്കുരു മാത്രമായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ചക്കക്കുരു ലഡു തയ്യാറാക്കുമ്പോൾ ചിലർ അതിലേക്ക് അരി വറുത്ത് പൊടിച്ചതും കൂടി ചേർക്കും. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല. ഇതിപ്പോൾ നന്നായിട്ട് ചക്കക്കുരു പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാവാൻ വെക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ വറുത്ത കടല അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇനി മുതൽ ചക്ക തിന്നിട്ട് കുരു വെറുതെ കളയാതെ ഇതുപോലെ ചക്കക്കുരു ലഡുവൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ചക്കക്കുരു കറിയും തോരനും ഒക്കെയാണല്ലോ നമ്മൾ ഉണ്ടാക്കാറുള്ളത്. ഇതുപോലെ ലഡുവൊക്കെ തയ്യാറാക്കി കൊടുത്താൽ കുട്ടികൾക്കും വളരെയധികം ഇഷ്ടമാവും. ഇനി നിങ്ങളുടെ അടുത്ത് നട്ട്സുകൾ ഉണ്ടെങ്കിൽ, അണ്ടിപ്പരിപ്പ്, ബദാം ഇതൊക്കെ ഉണ്ടെങ്കിൽ അതും ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോഴും നമ്മുടെ ഉണ്ടക്ക് നല്ല ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്തിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 4-5 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ചക്കക്കുരു ലഡു തയ്യാറാക്കാനായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ ചൂടെല്ലാം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു മിക്സി ജാറിലേക്ക് മാറ്റാം. നമ്മുടെ നാട്ടിൽ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നതും എന്നാൽ നമ്മൾ അത്ര ഗൗരവത്തിൽ എടുക്കാത്തതും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുമുള്ള ഒന്നാണ് ചക്കക്കുരു. എനിക്ക് തോന്നുന്നു ചക്കക്കുരു കറിയും മെഴുക്കുപുരട്ടിയും ഒക്കെ കഴിച്ചു മടുത്തവർക്ക് ചെയ്തു നോക്കാൻ പറ്റിയ വളരെ നല്ലൊരു ഓപ്ഷനാണ് ഈ ചക്കക്കുരു ലഡു. ഇപ്പോൾ നമുക്ക് ചക്കയുടെയും മാങ്ങയുടെയും എല്ലാം സീസണാണ്. ഇതിനു മുമ്പ് ഞാൻ പച്ചമാങ്ങ വെച്ചിട്ടൊരു ചമ്മന്തിപ്പൊടിയുടെയും അതുപോലെ തന്നെ മധുരമാങ്ങ ചട്നിയുടെയും പഴുത്ത മാങ്ങ വെച്ചിട്ട് പഴയകാല റെസിപ്പിയായ ഒരു മാങ്ങാത്തരയുടെയും റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ചക്കക്കുരു പൊടിക്കുന്ന അതേസമയം ഞാനിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര ഒന്ന് ഒരുക്കാൻ വെക്കുന്നുണ്ട്. 2 ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ മധുരം അതിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു മിക്സ് എല്ലാം ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ശർക്കര ഉരുക്കിയത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നിങ്ങളെടുക്കുന്ന ശർക്കര കല്ലില്ലാത്തതാണെങ്കിൽ നിങ്ങൾക്കിത് പൊടിക്കുന്ന സമയത്ത് തന്നെ ശർക്കര കൂടി ചേർത്തൊന്ന് പൊടിച്ചെടുത്താൽ മതി. എന്നിട്ട് ലഡുവിൻ്റെ വലുപ്പത്തിലൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതിപ്പോൾ കല്ലുള്ള ശർക്കര ആയതുകൊണ്ടാണ് ഞാനിതൊന്ന് ഉരുക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മിക്സിയിലേക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ശർക്കരയുടെ മധുരം എല്ലായിടത്തും എത്തുന്നവരെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്.
ഇനി കയ്യിൽ കുറച്ച് നെയ്യോ എണ്ണയോ എന്തെങ്കിലും പുരട്ടിയതിന് ശേഷം നമുക്കിത് ചെറിയ ലഡുവിൻ്റെ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിളായിട്ട് അധികം പൈസയൊന്നും ചിലവാക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു ലഡുവാണിത്. നല്ല ഹെൽത്തിയും നല്ല സോഫ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. ആരും ഇത് ട്രൈ ചെയ്യാതെ മിസ് ചെയ്യരുത്. ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം. ഇനിയും ഇതുപോലെയുള്ള മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.